Hello friends, എല്ലാവർക്കും ടെക്നിക്കൽ കോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ Adobe ഫോട്ടോഷോപ്പ്. അപ്പോൾ അതിന്റെ ഒരു മൊബൈൽ വേർഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നേരെ വീഡിയോ ഇട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, ഇത് അഡോബിൻ്റെ ഒരു മൊബൈൽ വേർഷൻ അല്ല, ഇതൊരു ഓൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷനാണ്, വേറൊരു ആൾക്കാർ ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് വേണം. നെറ്റ് ഉണ്ടെങ്കിലാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ ഒരു ലോഡ് ചെയ്യും, ഇങ്ങനെ ഒരു മുകളിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരും, ആ ഒരു സോഫ്റ്റ്വെയർ പോലെ. നിങ്ങൾ സാധാരണ ഫോട്ടോഷോപ്പുള്ള ആ ഒരു എക്സാക്റ്റ് ലുക്കായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, തമിഴിലുള്ള പോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടില്ല, കാരണം അത് അവസാനം കാണിച്ചു തരാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ നെറ്റ് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു വലിയ നെറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോഴും പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ ചെറിയ നെറ്റ് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു ആപ്ലിക്കേഷന് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കിട്ടും. ഫോട്ടോപ്പിയ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാധാരണ നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്തോടെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലൊന്നും കാണിച്ചിരുന്നില്ല. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നെറ്റ് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. കുറച്ച് നെറ്റേ വേണ്ടു. അപ്പോൾ ഒരുപാട് ടൂളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, ഇമേജ് ഓപ്ഷൻ ഉണ്ട്, ലെയർ, സെലക്ട് ഫിൽറ്റർ, കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻ സാധാരണ ഫോട്ടോഷോപ്പിലുള്ള ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ സാധാരണ ഗൂഗിൾ ക്രോം പോയിട്ട് ശേഷം നിങ്ങൾ ഫോട്ടോപ്പിയ എന്ന് സെർച്ച് ചെയ്യാം. ഫോട്ടോപിയ എന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം ഫോട്ടോപ്പിയ ആപ്പിക്ക് ഡൗൺലോഡ് എന്ന് അങ്ങനെ സെർച്ച് ചെയ്യുന്ന ശേഷം ഇവിടെ കാണാൻ പറ്റും, സ്ക്രീൻ റെക്കോർഡിൽ കാണുന്ന പോലെ തന്നെ റിസൾട്ട് വരും. അതിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഞാനിപ്പോൾ ആപ്പിക്ക് സേവർ എന്നുള്ള ആപ്പിക്ക് പിയർ എന്നുള്ള ആപ്ലിക്കേഷൻ ഒരു വെബ്സൈറ്റാണ് എടുക്കുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പക്ഷേ അത് നടക്കുന്നില്ല. എന്തോ ലോഡ് ചെയ്ത് വരും, പക്ഷേ അത് വരത്തില്ല, ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ശ്രമിച്ചപ്പോൾ ഞാൻ VPN ഉപയോഗിച്ചു. VPN ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോർ പോയിട്ട് VPN എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ VPN സെർച്ച് ചെയ്യുന്ന ശേഷം അതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഞാൻ ഒന്ന് ടർബോ VPN എന്നുള്ള ആപ്ലിക്കേഷൻ എടുത്തു, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തു. എനിക്ക് ഏത് ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ടാബ് ടു കണക്ട് ചെയ്യുന്ന ആവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു ടർബോ VPN ഉപയോഗിക്കാനാണെന്നില്ല, നിങ്ങൾക്ക് പിന്നീട് നെറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.